എല്ലാവരും എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു? കാലത്ത് എല്ലാവരും നാഷ്ടയൊക്കെ കഴിച്ചു. എന്തായിരുന്നു ഇന്ന് നാഷ്ട എല്ലാവർക്കും? എനിക്കിത് ടുഡേ സ്പെഷ്യൽ ഉപ്മാവാണ്. ഞാൻ ചെയ്ത ഉപ്മാവല്ല കേട്ടാ. നിങ്ങളെ തൊട്ട് വീട്ടിൽ തമ്പരാനുണ്ട്, വയസ്സായതാണ്. എന്നാലും ദിവസം കാലത്ത് ഫുഡ് ചെയ്യുമ്പോൾ എനിക്ക് തരും. അവരുടെ ഒരു അനീറ്റിയോ ഒരു മോളോ അങ്ങനെയൊക്കെയാണ് അവർ എന്നെ കാണുന്നത്. അവരെന്ത് ചെയ്താലും എനിക്ക് തരും. അപ്പോൾ ഒന്ന് ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് വിളിച്ചു തന്നു. അപ്പോൾ ഞാൻ ഉപ്മാവിൻ്റെ കൂടെ ശംഖുപുഷ്പം, ഞാൻ ശംഖുപുഷ്പം ചായ എപ്പോഴും കുടിക്കാറുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ശംഖുപുഷ്പം ചായയും ഉപ്മാവുമാണ് ഇന്നത്തെ ഫുഡിൻ്റെ. ഇതിൻ്റെ വേട്ടന് ഒത്തിരി ഇഷ്ടം ഉപ്മാവ്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്കും ഭയങ്കര ഇഷ്ടം ഉപ്മാവ്. ഇന്നലെ എന്നോട് പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടം ഉപ്മാവ്. അതുകൊണ്ട് ഈ ഉപ്മാവ് കഴിക്കാൻ പോലും എനിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷേ പിന്നെ അവർ തന്നിട്ട് കളയാൻ പറ്റില്ലല്ലോ. അത്ര സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ചെയ്ത് തന്ന സാധനമല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്ത് സാധനം കഴിക്കണേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നവർ നന്നായി കഴിക്കണം, അതാണ് എൻ്റെ മനസ്സിൽ. എന്ത് സാധനമാണെങ്കിലും ഫസ്റ്റ് എല്ലാം എൻ്റെ മോള് എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് അമ്മ ഈ സാധനം കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അന്ന് ഞാൻ ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കും അതേമാതിരി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേമാതിരി രവേട്ടൻ പറയും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് അങ്ങനെയുള്ള എല്ലാ ഫുഡും രവേട്ടന് ഇഷ്ടമാണ്. എല്ലാം ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഞാൻ ആരോടും ചോദിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല, രവേട്ടൻ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടാവും. അത് നോക്കി ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എൻ്റെ രവേട്ടുള്ളപ്പോൾ. ഇപ്പോൾ രവേട്ടൻ പോയിപ്പോൾ വിഷമില്ല ഒന്ന് ആലോചിച്ചിട്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിക്കാൻ ആഗ്രഹമുള്ളതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല മാതിരി. അപ്പം ഈ കഴിക്കരുതെന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. അത് രവേട്ടൻ്റെ അടുത്ത് മാത്രമല്ല, ആരോടും ഇല്ല. ആൾക്കാർക്ക് അസുഖം പറഞ്ഞാലും ഞാൻ പറയും കഴിക്കുക. എന്താ വെച്ചാൽ മരിക്കണ വരെയല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിക്കട്ടെ. അതുമാതിരി രവേട്ടൻ കഴിഞ്ഞൊല്ലം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ, കോവിഡ് വന്നിട്ട് കിടന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പനിയാരം കഴിക്കണം എന്ന്. അപ്പോൾ പനിയാരം എന്ന് പറഞ്ഞ സാധനം അന്ന് കോവിഡാണ്, കടകളൊന്നും ഇല്ല. അത് മേടിക്കാൻ വേണ്ടി ഞാൻ എത്ര ദൂരം നടന്നു പോയി മേടിച്ച് വന്നപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു നഴ്സുമാർ, നിങ്ങൾ കോവിഡ് കൊണ്ടുപോയി എല്ലാവർക്കും പരത്താൻ പോയിയെന്ന്. പക്ഷേ എനിക്കതെന്ന് ആലോചിക്കുമ്പോൾ എത്ര സമാധാനം എന്നറിയോ. അത് മേടിക്കാൻ ഞാൻ പോയി കൊടുത്ത കാരണം കഴിച്ചല്ലോ എന്ന്. അതുമാതിരി ഓരോ ദിവസം എന്നോട് പറയാം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഇത് കഴിക്കണം അത് കഴിക്കണം. കോവിഡ് സമയമാണ് കേട്ടോ, ലോക്ക്ഡൗണാണ്. എന്നിട്ട് ഞാൻ പോയി ഇപ്പോഴത്തെ ഉള്ളതെന്ന് അന്വേഷിച്ച് മേടിച്ച് കൊടുന്നു കൊടുക്കും. അതെല്ലാവരും കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് വരുന്ന സന്തോഷം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു സന്തോഷമേ അല്ല. എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറ്. ഇപ്പോഴല്ല ഞാൻ ഉണ്ടാക്കാറൊന്നുമില്ല. ഫസ്റ്റൊക്കെ എന്തെല്ലാം ഫുഡുകൾ, ഏതൊക്കെ ഐറ്റങ്ങൾ. ഇപ്പോൾ എന്ത് ഉണ്ടാക്കണം, മോളും പോയി, പ്രമോദും മോളും ദുബായിൽ പോയി, രവേട്ടൻ എന്നെ വിട്ടും പോയി. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടി ഉണ്ടാക്കണം? അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക, ജീവിക്കാൻ വേണ്ടി കഴിക്കുക. അതപ്പോൾ എൻ്റെ പണി. കഴിഞ്ഞ വ്യാഴാഴ്ച അരിഭക്ഷണം കഴിച്ചിട്ട് ഇന്നാണ് ഈ വ്യാഴാഴ്ച 8 ദിവസമായിട്ട് ഞാൻ അരിഭക്ഷണം കഴിച്ചിട്ടില്ല. അതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതം. ഞാൻ വിചാരിച്ചാൽ ചോറില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച കാലങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ ചോറേ ഉണ്ണാറില്ല, ചപ്പാത്തി കഴിക്കുക. ഓക്കേ, എല്ലാവർക്കും സുഖം.